അമൃതേച്ചിയും ദിവ്യേട്ടത്തിയുമായി നമ്മൾ അറിയാത്ത എന്തോ പ്രശ്നങ്ങളുണ്ട്. ഉണ്ടാവും. അല്ലാതെ ദിവ്യപ്രഭയെ കണ്ട് സംസാരിക്കാൻ അമൃതേച്ചി അങ്ങോട്ട് വരില്ലല്ലോ. എന്താ കാര്യമൊന്നും ചോദിച്ചില്ലേ ആകാശേട്ടാ? ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കൺവിൻസ് ആവുന്നതല്ല. കൃഷ്ണനോട് പകരം വിട്ടതെന്ന് പറയാൻ ദിവ്യേട്ടത്തോട് രഹസ്യമായി സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. ഒന്നും ആരോടും പറയില്ല അമൃതേച്ചി. മനസ്സിലെന്താന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, കൃഷ്ണനോട് എന്തോ കടപ്പാട് സ്നേഹവും ഉണ്ട് അമൃതേച്ചിക്ക്. അല്ലെങ്കിൽ അഭിയേട്ടനെ എതിർപ്പിനെ വരെ അവഗണിച്ച് ചേച്ചി കൃഷ്ണേട്ടനെ പഞ്ചരത്നത്തിൽ താമസിപ്പിക്കില്ലല്ലോ. അത് നീ പറഞ്ഞ ശരിയാ. ഒരു കൊലപാതകയാണെന്ന് അറിഞ്ഞിട്ടും കൂടെ നിർത്തണമെങ്കിൽ അതിന് തക്കതായ ഒരു കാരണം ഉണ്ടാവും. കൃഷ്ണേട്ടൻ പാവാ. ഈ മനുഷ്യനാണോ കൊലപാതകം ചെയ്തതെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടുപോകും. എന്നുവെച്ച് അഭിയേട്ടന് ഇഷ്ടമില്ലാത്ത സ്വന്തം അച്ഛനെ അമൃതേച്ചി സംരക്ഷിക്കുന്നത് ശരിയല്ല. അല്ല, നിനക്കൊന്ന് പറഞ്ഞു നോക്കുന്നില്ലേ ചേച്ചിയോട്? ചേമ്പിലയിൽ വെള്ളം ഒഴിക്കുന്ന പോലെയാ അമൃതേച്ചി ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ എന്ത് പറഞ്ഞാലും സ്വന്തം ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യൂ. മറ്റുള്ളവരുടെ മാനസികാവസ്ഥ ഗവനിക്കില്ല. അങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കണ്ട. അമൃതേച്ചിയുടെ ജീവിതം തന്നെ നിങ്ങൾക്ക് വേണ്ടിയാ. അനിയത്തിമാരുടെ മനസ്സ് കാണാൻ അമൃതേച്ചി കഴിയും. കുറെയൊക്കെ ശരിയാ, കൂടുതൽ തെറ്റും. അത് ആദരയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തു മനസ്സിലായെന്നാ? എടീ, അവർക്ക് വേണ്ടിയല്ലേ അമൃതേച്ചി പഠിപ്പൂരെ വേണ്ടെന്ന് വെച്ചേ. നമുക്ക് ആ ടോപ്പിക്ക് വിടാം. എനിക്ക് മടുത്തു. ആകാശേട്ടൻ ഇവിടെ വന്നതിപ്പോ എന്നെ കാണാനും സംസാരിക്കാനും ആണെന്നാ ഞാൻ വിചാരിച്ചത്. സത്യത്തിൽ ഞാൻ വന്നത് അതിനുവേണ്ടി തന്നെയാ. പക്ഷെ കുറച്ചുകൂടി മനസ്സ് സന്തോഷിപ്പിക്കുമെന്ന് വിചാരിച്ചു ഞാൻ. അതൊന്നും ഉണ്ടായില്ല. അതെ, വാ നമുക്കൊന്ന് പുറത്തു പോവാം. സത്യം? പിന്നല്ലാതെ. എവിടെ പോവും? വെറുതെ ചുറ്റിക്കറങ്ങാം. നിനക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ പോവാം. താങ്ക് യു ആകാശേട്ടാ. ഒരു കൊളുത്തിട്ട് നോക്കാം. ഏറ്റു മോളെന്താ ഒറ്റക്ക് നിൽക്കുന്നേ? ഒരു കോള് വിളിക്കാനുണ്ടായിരുന്നു. അകത്ത് റേഞ്ച് കുറവാ. ആകാശ് വന്നത് മോള് കണ്ടില്ലേ? കണ്ടു. ഞാൻ പറയുന്നതുകൊണ്ട് മോൾ ഒന്നും വിചാരിക്കരുത്. കല്യാണം തീരുമാനിച്ചു വെച്ചിട്ട് കല്യാണത്തിന് മുന്നേ ഇങ്ങനെ കയറി ഇറങ്ങുന്ന ഒന്നും ശരിയല്ല. അതൊക്കെ പണ്ടത്തെ കോൺസെപ്റ്റ് അല്ലേ ചേട്ടത്തി? ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഉണ്ട്. ഏത് കാലത്തായാലും മര്യാദ മര്യാദ അല്ലേ? മാത്രല്ല, കല്യാണം നിശ്ചയിച്ച പിന്നെ അഖിലയുടെ സ്വഭാവത്തിൽ എന്തോ മാറ്റമുണ്ട്. എന്തു മാറ്റം? അന്ന് അമൃതയായിട്ട് പിണങ്ങിയിട്ട് ആതിര ഇറങ്ങിപ്പോയത് ഓർമ്മയുണ്ടോ? ആതിരയെ പറഞ്ഞു കുത്തിത്തിരിപ്പുണ്ടാക്കിയത് മുഴുവൻ അഖിലയാ. അതെന്തിന്? ഞാൻ സത്യം മാത്രമേ പറയൂ. ഇത് കുശുമ്പാ മോളെ. എല്ലാരെക്കാളും ബുദ്ധി അല്പം കുറവുണ്ട് അവൾക്ക്. പിന്നെ ജോലിയുമില്ല. അതിന്റെ ദേഷ്യമായി കാണിക്കുന്നത്. ജോലി കിട്ടണമെങ്കിൽ ടെസ്റ്റ് എഴുതി പാസ്സാവണ്ടേ? അതിന് കഴിയാത്തത് ആരുടെ കുറ്റമാ? തന്നെ താൻ ശ്രമിക്കണം. ശ്രമിച്ചാലും ടെസ്റ്റ് പാസ്സാവാനുള്ള ബുദ്ധിയൊന്നും അഖിലക്കില്ല. അതിന് മറ്റുള്ളവരോട് അസൂയ തോന്നിയിട്ട് വല്ല കാര്യമുണ്ടോ? ഞാനൊരു രഹസ്യം പറഞ്ഞ മോൾ ആരോടെങ്കിലും പറയോ? ഇല്ല. എന്താ? എൻഗേജ്മെന്റിന്റെ അന്ന് അഖില ആകാശിന്റെ അമ്മയോട് സംസാരിക്കുന്ന ഞാൻ കേട്ടു. എന്ത്? അതെ, ആരാധ്യ മോൾക്കും കൂടി ജോലി കിട്ടിയാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് അംബിക പറഞ്ഞു കൊടുക്കുക. ആരാധ്യ മോൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടാതിരിക്കാൻ കറുത്ത വാവിന്റെ അന്ന് എന്തോ ഒരു പൂജ കഴിക്കാന്ന് കേട്ടിട്ട് എന്തോ ഒരു കൂടോത്രം പോലെ തോന്നി എനിക്ക്. അത്രയ്ക്കൊന്നും ചെയ്യില്ല അഖിലേച്ചി. അതെ, ശരിക്കും മോൾക്ക് അഖിലയെ മനസ്സിലാവാത്തത് കൊണ്ടാ. മോൾക്ക് ജോലി കിട്ടാതിരിക്കാൻ എന്തും ചെയ്യും അവള്. എന്ത് ദുർമന്ത്രവാദവും ചെയ്യും. അതൊക്കെ ഓരോ അന്ധവിശ്വാസങ്ങളല്ലേ? അങ്ങനെ തീർത്തു പറയല്ലേ. ഒരു തവണ ടെസ്റ്റിന് പോകാൻ കഴിയാത്തത് ഓർമ്മയുണ്ടല്ലോ.
ആയുസിന്റെ ബലം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഇനി അടുത്ത വട്ടം പോകുമ്പോ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇതുപോലെ കൂടോത്രം ചെയ്തല്ലേ വിടുന്നത്. ഓ എന്തോ ഞാൻ വരാം. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.